പൈനാപ്പിളിൻ്റെ റെയർ ആയിട്ടുള്ള സാപ്ലിങ്സ് നമുക്കിവിടെ അഖിലെക്സോട്ടിക് നഴ്സറിയിൽ അവൈലബിൾ ആണ് കേട്ടോ. വെരിഗേറ്റഡ് പൈനാപ്പിളിൻ്റെ പലതരം വേരിയേഷൻസിൽ വരുന്ന വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. റെഡ് പൈനാപ്പിളിൻ്റെ പലതരം വെറൈറ്റീസ് അവൈലബിൾ ആണ്. റെഡ് പൈനാപ്പിളിൻ്റെ റിസൾട്ടുള്ള പൈനാപ്പിൾ നമുക്കിവിടെ ഉണ്ട്. തായ് റെഡ് പൈനാപ്പിൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ല റെഡ് കളറിൽ നല്ല ചുവന്ന കളറിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള പൈനാപ്പിളാണ്. അതുപോലെ തന്നെ വെരിഗേറ്ററിൻ്റെ പലതരം വെറൈറ്റീസ് നമുക്കിവിടെ നോക്കി കാണാം. ഇതൊക്കെ റയർ വെറൈറ്റീസിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ബ്ലാക്ക് ലീഫ് പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പൈനാപ്പിളാണ് ഇത് കാണുന്നത്. ബ്ലാക്ക് ലീഫ് പൈനാപ്പിൾ, തായ് ക്രൗണ്, വാട്ടർമെലൺ, ഹാൻഡ്ഫുൾ പൈനാപ്പിൾ, അതേപോലെ തന്നെ ഏകദേശം 150ഓളം വെറൈറ്റീസ് പൈനാപ്പിളുകൾ നമ്മുടെ അഖിലെക്സോട്ടിക് നഴ്സറിയിൽ അവൈലബിൾ ആണ്. റയർ ഇനം പൈനാപ്പിളുകൾ നമുക്കിവിടെ ഉണ്ട് ഉള്ളത് കേട്ടോ. 8 kg പൈനാപ്പിൾ ഉണ്ട്. 8 കിലോയോളം വലിപ്പം പറഞ്ഞ 7 കിലോയോളം വലിപ്പം പറഞ്ഞ നല്ല സൈസ് പറഞ്ഞ പൈനാപ്പിൾ ഉണ്ട്. തൈകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. മോങ്ക് പൈനാപ്പിൾ, അങ്ങനെ പലതരം പൈനാപ്പിളുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ അഖിലെക്സോട്ടിക്കയിൽ ഇടുന്ന എല്ലാ വീഡിയോസും നമ്മുടെ നഴ്സറിയിലെ പ്ലാന്റ്സിൻ്റെ തന്നെയാണ്. എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ചെടികളുടെയും പൂക്കളുടെയും എല്ലാ വീഡിയോസും നമ്മുടെ അഖിലെക്സോട്ടിക് നഴ്സറിയുടെ പ്ലാന്റ്സിൻ്റെ തന്നെയാണ് ഇടുന്നത്. മറ്റ് നഴ്സറികളിലെയോ മറ്റ് സ്ഥാപനങ്ങളിലെയോ ചെടികളുടെയോ പൂക്കളുടെയോ ഫോട്ടോസോ വീഡിയോസോ വീഡിയോസിൽ ഇടുന്നില്ല. നിങ്ങൾക്ക് അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട. അഖിലെക്സോട്ടിക് നഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് അഖിലെക്സോട്ടിക് നഴ്സറിയിൽ നല്ല ഓഫറുകളാണുള്ളത്. പൈനാപ്പിൾ തൈയിലാണ് നമ്മളിപ്പോൾ ഓഫർ പറയാൻ പോണത്. 500 രൂപയ്ക്ക് നിങ്ങൾ 2 തൈ മേടിക്കുമ്പോൾ 500 രൂപയുടെ മറ്റൊരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. നമുക്കിവിടെ അഖിലെക്സോട്ടിക് നഴ്സറിയിൽ ഒട്ടേകം ഫ്രൂട്ട്സ് തൈകളും അലങ്കാര ചെടികളും അവൈലബിൾ ആയിട്ടാണ്. ജബോട്ടിക്കയുടെ വെറൈറ്റീസും പ്ലാവ്, മാവ് എന്നീ തൈകളുടെ പലതരം വെറൈറ്റീസും നമ്മുടെ അഖിലെക്സോട്ടിക് നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ജബോട്ടിക്ക കായ്ച്ചത് കേട്ടോ. ജബോട്ടിക്ക എല്ലാവർക്കും എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിലൊന്നാണ് ജബോട്ടിക്ക എന്ന് പറയുന്നത്. ജബോട്ടിക്ക പ്ലാന്റ്സിന് അധികം അങ്ങനെ ഡാമേജ് ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വന്ന് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല ബുഷിയാക്കി നിർത്തി വയ്ക്കാനും പുതിയ വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കുന്ന ആഗ്രഹമുള്ളവർക്ക് ഉള്ള നല്ലൊരു സെലക്ഷനാണ് ജബോട്ടിക്ക എന്ന് പറയുന്നത്. ജബോട്ടിക്കാനെ ബ്രസീലിയൻ ഗ്രേപ്പ് എന്നും പറയും. ഇതിൻ്റെ പല വെറൈറ്റികൾ നമ്മുടെ അഖിലെക്സോട്ടിക് നഴ്സറിയിൽ അവൈലബിൾ ആണ്. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ നമ്മൾ ആദ്യം കൊടുത്തായിരുന്നത് 1500 രൂപയ്ക്കാണ്. ഇപ്പോൾ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നല്ലത് സെലക്ട് ചെയ്തെടുക്കാവുന്ന ഉള്ളൊരു ഓഫർ നമ്മൾ അഖിലെക്സോട്ടിക് നഴ്സറിയിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കഴിച്ചത് പ്രക്രോഷ്യ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ജബോട്ടിക്കയുടെ പ്രക്രോഷ്യ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട പ്ലാന്റിൻ്റെ ഫ്രൂട്ടാണ് കഴിച്ചത്. മുന്തിരിയോട് ഏകദേശം സാമ്യമുണ്ട് ഇതിൻ്റെ മധുരം. നല്ല മുന്തിരിയോട് സമയമുണ്ട് ഇതിൻ്റെ മധുരവും ഷേപ്പും രൂപമൊക്കെ. നല്ലൊരു പ്ലാന്റാണ്. തീർച്ചയായും എല്ലാ വീടുകളിലും ജബോട്ടിക്കയുടെ ഒരു പ്ലാന്റ് വെക്കണം. ഒരിക്കലും റിഗ്രറ്റ് വരില്ല നമുക്ക്. കാരണം ഇത് നല്ല വെയിലുള്ളിടത്താണ് വെക്കണമെങ്കിൽ തീർച്ചയായും ഇത് കായ്ക്കും. വെയിലില്ലാത്തടത്ത് വെക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കായ കിട്ടാനും നല്ലോണം കായ കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, നല്ല വെയിലുള്ളിടത്താണ് നമ്മൾ വെച്ചേക്കണത്. 1-2 വട്ടം കായഫലം കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോഴും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വീണ്ടും നന്നായിട്ട് കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ സീസണിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം കായ്ച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പൂക്കളുണ്ടെങ്കിൽ വീണ്ടും കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ സീസണിൽ ഫുള്ള് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും. ജബോട്ടിക്ക എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സെലക്ഷനാണ്. പുതിയ വീടൊക്കെ പണിത് വെച്ച് കഴിയുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു നല്ലൊരു ഫ്രൂട്ടിൻ്റെ തൈയാണ് ജബോട്ടിക്ക. പൈനാപ്പിൾ വെറൈറ്റികൾ സ്നേഹിക്കുന്ന, പൈനാപ്പിൾ ഫ്രൂട്ടിനെ സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അഖിലെക്സോട്ടിക് നഴ്സറിയിൽ പൈനാപ്പിളിൻ്റെ പലതരം വെറൈറ്റികൾ, റയറായിട്ടുള്ള പലതരം വെറൈറ്റികൾ അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് കണ്ടോ, നിങ്ങൾ ചെറിയ ചട്ടിയിൽ തന്നെ കാഴ്ചവെക്കുന്നത്, ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരാണ് തായ് പിങ്ക് എന്ന് പറയും. തായ് പിങ്ക് പോലെ തന്നെ വാട്ടർമെലൺ പൈനാപ്പിൾ, മെക്സിക്കൻ ജൈൻറ്റ് എന്നിങ്ങനെ പലതരം വെറൈറ്റികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. മോങ്ക് പൈനാപ്പിൾ, അതുപോലെ തന്നെ ലാവ ബ്രസ്റ്റ്, അങ്ങനെ ഒത്തിരി എണ്ണം പൈനാപ്പിളുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓഫറിൽ വരുന്ന പൈനാപ്പിൾ കേട്ടോ. 500-ൻ്റെ 2 എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. ഇത് 500-ൻ്റെ പ്ലാന്റ്സ് ആണ്. ഇത് 7 kg 4 kg വരുന്നുണ്ട്. മോങ്ക് പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആസാം മുള്ളുവോ എന്ന് പറഞ്ഞിട്ടുള്ള പൈനാപ്പിളും ഉണ്ട്. നല്ല തെയ്യാണ് കേട്ടോ. നല്ല വേരൊക്കെ പിടിച്ച് നല്ല തെയ്യാണ്. ഒരു 6 മാസം 7 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കായഫലം ഉണ്ടാകുന്ന രീതിയിലുള്ള തെയ്യാണ് കേട്ടോ. അത് ഫ്രൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പൈനാപ്പിൾ തൈകൾ നല്ല റിസൾട്ടാണ് തരുന്നത്. തായ്വാൻ റെഡ്, അതേപോലെ ലാവ ബ്രസ്റ്റ്, മോങ്ക്, ജൈൻറ്റ് പൈനാപ്പിളുകൾ, അങ്ങനെ 7 kg, അങ്ങനെ ഒത്തിരി പൈനാപ്പിളിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് പൈനാപ്പിളിൽ
അഗ്ലെക്സോട്ടിക്കയിൽ കിട്ടിയിട്ടുള്ളത്. നല്ല റെഡിഷ് കളറുള്ള പൈനാപ്പിളാണ് ഇത്. ഇതിൻ്റെ പേരാണ് തായ്വാൻ റെഡ് പൈനാപ്പിൾ. അത്യാവശ്യം റയറായിട്ടുള്ള ഒരു പൈനാപ്പിൾ തൈയാണ്. നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള ഒരു തൈയാണ്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിൽ വയ്ക്കാൻ പറ്റിയ പൈനാപ്പിൾ തൈയുടെ കളക്ഷനിൽ വയ്ക്കാൻ പറ്റിയ നല്ലൊരു തൈയാണിത്. നമുക്ക് ഫുള്ള് കായ്ച്ച് നിൽക്കുന്നത് കണ്ടോ, നല്ല റിസൾട്ട് ഉണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു തൈയാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ പൈനാപ്പിൾ കേട്ടോ. പുറത്തുനിന്നുള്ളതാണെന്ന് വെച്ചിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട. പേരുകളൊക്കെ ഇത്തിരി ഡിപ്പുള്ള പേരുകളാണ്. തായ്വാൻ റെഡ്, സിയർ റൂബി, സീറാച്ച, ബ്ലാക്ക് ലീഫ്, ലാവാ ബ്രസ്റ്റ്, ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന തൈകൾ തന്നെയാണ്. നമ്മളത് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ തായ്വാൻ റെഡ് നിങ്ങൾക്ക് കായ്ച്ച് നിൽക്കുന്നത് കാണാം. അവിടെ ഒരു തൈലല്ല, നമുക്ക് 2-3 തൈലൊക്കെ കായഫലം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് റിസൾട്ട് ആയിട്ടുണ്ട്. ഇത് സൂര്യനാം ചെടി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പഴം നിങ്ങൾ കണ്ടോ, ഇതിന് വലിപ്പക്കുറവാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കഴിക്കാൻ കൊള്ളില്ല. അത് നിങ്ങൾ ഹൈബ്രിഡ് തൈ മേടിക്കാണ്ടാണ്. ലോക്കൽ തൈക്കാണ് വലിപ്പക്കുറവ് വരിക. ഇത് നല്ല അത്യാവശ്യം ഫ്ലഷ് ഉണ്ട്, അത്യാവശ്യം വലുപ്പുണ്ട്, സൈസ് ഉണ്ട്. കണ്ടോ, ഇത് ശരിക്കും പഴുത്തിട്ടില്ല. ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് സൂര്യനാം ചെടിയാണ്. ഇത് ഹൈബ്രിഡ് പ്ലാന്റ്സിൽ വരുന്ന ഒരു ചെടിയാണ്. സൂര്യനാം ചെടിയുടെ തന്നെ ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ഈ ബ്ലാക്ക് സൂര്യനാം ചെടി എന്ന് പറയുന്നത്. ഇത് പഴുക്കുമ്പോൾ ഇതിൻ്റെ കളറ് വരുന്നത് ബ്ലാക്ക് കളറിൽ വരും. ഫുള്ള് ബ്ലാക്ക് കളറിൽ വരും. അപ്പോഴാണ് ഇത് കറക്റ്റ് കളറാവുക. ഈ ചെടി നമ്മുടെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം ഇതിൻ്റെ കളറുകൾ പല കളറുകളായിട്ട് വരും. പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡ്, ബ്ലാക്ക്, അങ്ങനെയാണ് ഇതിൻ്റെ ചെടിയുടെ കളറുകൾ വരിക. ഇതൊരു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇതൊരു നല്ല കൗതുകമാണ്. അവർക്ക് പിന്നെ ഈ ചെടി ഒരു ഓർമ്മകളായി മാറും. കാരണം ഇതിൻ്റെ നമ്മൾ പണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ ഇതേപോലത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂട്ടുകാരൊക്കെ പോയിട്ട് ആ ചെടിയുടെ മേളിൽ കയറി, ഇത് നല്ല വലിയ മരമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മേളിൽ കയറി ഇത് പൊട്ടിച്ച് കഴിക്കുന്നത്, ഇതൊക്കെ നല്ല ഓർമ്മകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെടി, ഇങ്ങനത്തെ ഓരോ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ ഭാവിയിൽ അതൊരു ഓർമ്മകളായി മാറും. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ, സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ചെടികളിലൊന്നാണ് ഈ ബ്ലാക്ക് സൂര്യനാം ചെടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് അത്യാവശ്യം നല്ല ചെടിയാണ്. ഇത് ചെറിയ ഫ്രൂട്ട്സ് ആണ് ഉണ്ടാവുക. ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാവുക. പ്ലംസിൽ വരുന്നതാണ്. ഇത് ഗോൾഡൻ പമ്മിലോ ആണ്. ഗോൾഡൻ പമ്മിലോ നിങ്ങൾക്ക് കാഴ്ച നിൽക്കുന്നത് കാണാം അവിടെ. ഈ ഗോൾഡൻ പമ്മിലോ പോലെ തന്നെ റെഡ് പമ്മിലോ ഉണ്ട്. ഇത് നല്ല യെല്ലോ കളറാവും, ഗോൾഡൻ കളർ പോലെ നല്ല യെല്ലോ കളറാവും. അതിനാണ് ഇത് ഗോൾഡൻ പമ്മിലോ എന്ന് പറയുന്നത്. റെഡ് പമ്മിലോ താനി റെഡ് കളറിൽ നല്ല ചുവന്നിരിക്കും. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഗോൾഡൻ പമ്മിലോ റെഡ് പമ്മിലോ ഒന്ന് കടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും റിവ്യൂവും ഇവിടെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതിൻ്റെ ഒക്കെ കാണാൻ പറ്റും. 65ഓളം ജാക്കിന്റെ തൈകൾ നമുക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് അവൈലബിൾ ആണ്. 65ഓളം വെറൈറ്റീസിൽ പറയുമ്പോൾ സിദ്ധു ശങ്കര പ്രകാശ് ചന്ദ്ര എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്ലാവും തൈയാണ് കേട്ടോ. ഈ തൈയുടെ റെഡ് കളറാണ് ഇതിന് വരിക. ഇത് നല്ല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള തൈകളാണ് സിദ്ധു ശങ്കര പ്രകാശ് ചന്ദ്ര എന്ന് പറയുന്നത്. സിദ്ധു ശങ്കര പ്രകാശ് ചന്ദ്ര പോലെ തന്നെ സാധാരണയായിട്ട് പറഞ്ഞാണ് വിയറ്റ്നാം റെഡ് എന്ന് പറയുന്നത്. വിയറ്റ്നാം റെഡും നല്ല അത്യാവശ്യം റിസൾട്ടുള്ള, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് കായ്ച്ച് കിട്ടിയ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്ലാവിൻ്റെ ഇനമാണ് വിയറ്റ്നാം റെഡ് എന്ന് പറയുന്നത്. ഇത് സുഗന്ധൈ എന്ന് പറയുന്ന ഒരു കോക്കനട്ട് ആട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപൂർവമായിരിക്കും, നിങ്ങൾ കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല. ഇതിൻ്റെ കോക്കനട്ടിലെ വെള്ളത്തിനോട് നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കും, നല്ല സ്മെല്ലുണ്ടാവും ഇതിന്. സുഗന്ധ എന്ന് പറഞ്ഞിട്ട് കോക്കനട്ടാണ്. ഇത് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ പുറത്തുനിന്ന് വരുത്തിച്ചേക്കുന്ന പ്ലാന്റ് ആണിത്. അടുത്ത ഒരു വെറൈറ്റിയാണ്, എക്സ്പോർട്ടഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ടിൻ്റെ പ്ലാന്റ് ആണിത്. കൊളംബസ് എന്നാണ് പറയുക ഇതിന്. ഇതിൻ്റെ പ്രത്യേകത നല്ല സൈസായിരിക്കും. ഇതിൻ്റെ തേങ്ങയ്ക്ക് നല്ല സൈസായിരിക്കും, ഉള്ളിൽ നല്ല കഴമ്പുണ്ടായിരിക്കും. കൊളംബസ് എന്ന് പറയുന്ന എക്സ്പോർട്ടഡ് ആയിട്ടുള്ളൊരു കോക്കനട്ടിൻ്റെ പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ നമുക്ക് അഗ്ലെക്സോട്ടിക്കയിൽ 18ാം പട്ട DNDT പോലത്തെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ചെന്തങ്കിൻ്റെ തൈകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബനാനയുടെ വെറൈറ്റീസ് ഉണ്ട്. ഈ ഫിഗ് ഗ്രീൻ ബനാന, നാനോ പിങ്ക് ബനാന, ബ്ലൂ ജാവ എന്നിങ്ങനെ പലതരം വെറൈറ്റീസ് ഉണ്ട്. ഇത് ഫിഗ് ഗ്രീൻ ബനാന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ടൈഗർ സ്ട്രൈപ്പ് എന്ന് പറയുന്ന ഒരു ബനാനയാണത്. നല്ല അലങ്കാരത്തിൽ പറഞ്ഞാണ്. ഫ്രൂട്ട് ഉണ്ടാവില്ല, അലങ്കാരത്തിൽ വരുന്ന നല്ല വലിപ്പത്തിൽ നല്ല സൈസാവും. നല്ല ഇലയൊക്കെ നല്ല സൈസായിട്ട് വരും. കണ്ടോ, പുലിയുടെ വര പോലെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നല്ലൊരു വെറൈറ്റിയാണ്. ലാവാ ബ്രസ്റ്റ് പോലെ തന്നെയാണിത്, അലങ്കാരത്തിൽ വരുന്നതാണ്. കോക്കനട്ട് വെറൈറ്റീസിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ആരും കണ്ടിട്ടുണ്ടാവില്ല. മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ, പിങ്ക് കോക്കനട്ട്. നോക്കൂ, ഇത് ഫേക്കാന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട. ഇതുള്ള സംഭവം തന്നെയാണ് പിങ്ക് കോക്കനട്ട്. ഫേക്കല്ല, ശരിക്കും പിങ്ക് കോക്കനട്ട് അതിൻ്റെ തൈയാണ് നമ്മൾ കാണുന്നത്. പിങ്ക് കോക്കനട്ട് കഴിഞ്ഞിപ്പോൾ അടുത്തൊരു പുതിയ റയറായിട്ടുള്ള വെറൈറ്റി കോക്കനട്ടാണ്. കേരളത്തിലെ ആൾക്കാർ അധികം കാണാത്തൊരു പുതിയ ഇനം വെറൈറ്റി കോക്കനട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഐസ്ക്രീം കോക്കനട്ട്.
ഇതിൻ്റെ ഫ്ലഷ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ലഷ് ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് ഐസ്ക്രീം കോക്കനട്ട് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്, റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി കോക്കനട്ട് തേയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മണ്ണൂത്തി മാടക്കത്തറയിലാണ്. ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തൈകൾ ലഭിക്കുന്നതാണ്. റയർ വെറൈറ്റീസിൽ വരുന്ന മറ്റൊരു വെറൈറ്റി കോക്കനട്ട് പ്ലാന്റ് ആണ് ഗോൾഡൻ അരോമാറ്റിക്ക എന്ന് പറയുന്നത്. ഇതുപോലത്തെ പല ഇനം വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അബ്യുവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ, അബ്യു പുൾസോ എന്ന് പറയും ഇതിനെ. അബ്യുവിൽ കളർ മാറ്റം വരുന്ന ഒരു വെറൈറ്റിയാണ് അബ്യു പുൾസോ എന്ന് പറയുന്നത്. ഓറഞ്ച് കളറാണ് വരിക ഇതിൻ്റെ. അബ്യു പൊതുവേ മഞ്ഞ കളറിലാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുക. അബ്യുവിൻ്റെ തേയിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഇതിൻ്റെ ഫ്രൂട്ട് വരുന്നത് നല്ല കരിക്കിൻ്റെ ഇതുപോലെ നല്ല ഉള്ളിൽ നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു ഇതായിട്ട് വരുന്നത്. കരിക്കിൻ്റെ ഫ്രഷ് കഴിക്കില്ലേ, അതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ട് വരിക. അപ്പോൾ ഇത് അബ്യു പുൾസോ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ നോർമൽ വെറൈറ്റി ഏറെക്കുറെ ഈ സൈസ് വരുന്നത് അഖിൽ എക്സോട്ടിക്കയിൽ 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ജൈൻറ്റ് കട്ടനട്ട് ആണ് കാഴ്ചവെക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു പരിപ്പുണ്ട്, അത് കഴിക്കാൻ കൊള്ളാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂത്ത് നിൽക്കണ കാണാനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കണ കാണാൻ. ഇത് ചെടികൾ ഇഷ്ടപ്പെടുന്നവർ കളക്ഷനായിട്ട് പലപ്പോഴും മേടിക്കാറുണ്ട്. നല്ലൊരു ഇനം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് ആണിത്. ലൊക്കേഷൻ വരുന്നത് അഖിൽ എക്സോട്ടിക്ക നഴ്സറി, മണ്ണൂത്തി മാടക്കത്തറയിലാണ്. ഇത് വെരിഗേറ്റഡിൻ്റെ വെറൈറ്റിയിൽ വരുന്നത് കേട്ടോ. നല്ലൊരു പൈനാപ്പിളാണ്, റെഡ് കളറിലാണ് അതിൻ്റെ പൈനാപ്പിൾ വരുന്നത്. നമ്മുടെ കളക്ഷനിലുള്ള ഒരു പൈനാപ്പിളിൻ്റെ തൈയാണ് ഇത് കേട്ടോ, വെരിഗേറ്റഡ്. തൈകൾ ലഭ്യമാണ് ഇവിടെ. പലതരത്തിലുള്ള പൈനാപ്പിളിൻ്റെ തൈകൾ ലഭ്യമാണ് കേട്ടോ. നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് 500 രൂപയുടെ തൈകൾക്കൊക്കെ ഓഫറുണ്ട്. 500 രൂപയുടെ 2 എടുക്കുമ്പോൾ 500 രൂപയുടെ ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് കണ്ടോ, അഖിൽ എക്സോട്ടിക്ക നഴ്സറിയിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പൈനാപ്പിളിൻ്റെ ഇനത്തെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. മെക്സിക്കൻ ജയൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് പറയണത്. നല്ല സൈസ് വരുന്ന പൈനാപ്പിൾ കേട്ടോ. ഇതിപ്പോൾ മൂപ്പായിട്ടില്ല, ഇനി ഇത് നല്ല സൈസ് വരും. നല്ല സൈസ് പറഞ്ഞാൽ അടിപൊളി പൈനാപ്പിളിൻ്റെ ഒരു ഇനമാണ് മെക്സിക്കൻ ജയൻ്റ് എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, അഖിൽ എക്സോട്ടിക്കയുടെ ഈ വർഷത്തെ ക്രിസ്മസ് മംഗളങ്ങളും നവവത്സര ആശംസകളും നേർന്നുകൊള്ളുന്നു.